ഹലോ ഫ്രണ്ട്സ്, സംജ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു ബീഫിൻ്റെ ഒരു റെസിപ്പി വീഡിയോ കേട്ടോ. കുറഞ്ഞ സാധനം വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കിക്കോളൂ. 1.5 സവാളയും ഒരു തക്കാളിയാണ് കേട്ടോ. ബീഫ് അപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു 10-15 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ കളർ അങ്ങനെ തോന്നുകയാണ്. ഒരു 15 പ്രാവശ്യത്തിൻ്റെ മുകളിൽ ഞാൻ കഴുകിയിട്ടുണ്ട്. അങ്ങനെ ബീഫൊക്കെ കഴുകി കുക്കറിലോട്ടിട്ട് ഞാനിതെല്ലാം ഒരുമിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ബീഫ് കഴുകി കുക്കറിലോട്ടിട്ട് ഇതാ സവാളയും തക്കാളിയും അതിലിട്ട്, പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇവിടെ പൊടിച്ച പൊടികളാണ് കേട്ടോ. മല്ലി ആയാലും മുളകായാലും ഒക്കെ അങ്ങനെ ഇതാ പൊടികൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട്, ഇതൊക്കെ നമ്മുടെ കൈ കണക്കനുസരിച്ചായിരിക്കണം. ഓരോരുത്തർക്ക് അറിയാമല്ലോ, സ്പൂണിലിടുന്നവർക്ക് അതിൻ്റെ അളവ് നോക്കിയിടുക. നമ്മൾ കയ്യിലിടുമ്പോഴും അറിയാമല്ലോ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല, പട്ടയും ഗ്രാമ്പും ഇതൊക്കെ പൊടിച്ചിട്ട്, ഇതെല്ലാം ഞാൻ വീട്ടിലിവിടെ പൊടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അതും ആഡ് ചെയ്തു. കുറച്ച് കല്ലുപ്പ് ഇട്ടു കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ അരച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിൽ ആഡ് ചെയ്യണം കേട്ടോ. ഇതിൽ ഞാൻ ചെറിയുള്ളി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, ഇഞ്ചി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങളിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരക്കല്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതെല്ലാം പാടും ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അത് ഫൈനലി നമ്മൾ കുക്കർ അടച്ച് വെച്ച്, കുക്കറിൽ വിസിലൊക്കെ വന്നു, ഒരു 6-7 വിസിൽ വന്നപ്പോഴത്തേന് ബീഫ് വെന്തു കിട്ടും. അപ്പം നമ്മളിതാ കുറച്ച് ഓയിൽ മുമ്പിട്ട് അതേ പൊടികളൊക്കെ ഇട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഈ കുക്കറിൽ വെച്ച ബീഫ് എടുത്ത് നേരെ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കിട്ടുക. സംഭവം കുളമായ പോലെ ആയി. കാരണം ഫുള്ളും വെള്ളമായിരുന്നു. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം വെച്ച ബീഫിൽ ഫുള്ളും വെള്ളം കൂടി. അങ്ങനെ അവസാനം നമ്മൾ അതിനെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഫ്രൈ ചെയ്ത് ഈ പരുവത്തിലായിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കും.